എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പെണ്ണ് കാണാൻ പോകുമ്പോഴേ നീ ഓഫീസിലാണെങ്കിൽ മുരട്ട് സ്വഭാവം പെമ്പിള്ളേരുടെ അടുത്ത് കാണിക്കരുത്. അതുകൊണ്ടാണ് നിനക്ക് ഒന്നും സെറ്റ് ആവാത്തത്. നീ പെമ്പിള്ളേരോടൊന്നും സൗമ്യമായിട്ട് സംസാരിക്കാൻ പഠിക്കും. ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ചേട്ടാ എല്ലാവരോടും സംസാരിക്കുന്നത്. ഇനി പെൺകുട്ടികളോട് പ്രത്യേകം ശ്രദ്ധിച്ചാവാം. നിന്റെ വിവാഹം നടക്കാത്തതിന്റെ വിഷമത്തിലാണ് നിന്റെ അച്ഛനും അമ്മയെന്ന് നിനക്കറിയാല്ലേ? അറിയാം. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ജോത്സ്യര് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്നി തുടങ്ങുന്ന പേരുള്ള പെൺകുട്ടിയായിരിക്കും നിനക്ക് വരുന്നത്. എന്നുള്ള പേര് വരുമ്പോ നീ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഓ ചേട്ടാ, ഓഫീസിലാ, നല്ല തിരക്കുണ്ട്. ആഹാ. സർ, മേ ഐ കം ഇൻ? എന്താ? ഞാനിപ്പം തിരക്കത്തിലാ. അല്ല, വരൂ. സർ, ഈ ഫയൽസ് ഇവിടെ കാണിക്കാൻ പറഞ്ഞു. പുതിയ ആളാണല്ലേ? അതെ. ഇരിക്കും. അത് കുഴപ്പമില്ല സർ, ഞാൻ. എന്താ പേര്? എന്റെ പേര് നീന. നീനയോ? ഇരിക്കൂ പ്ലീസ്. എവിടെയാ വീട്? ഞാൻ കായംകുളം. എന്റെ ഒരു അമ്മാവൻ അവിടെ ഉണ്ട്. പേര് മറന്നുപോയി. പിന്നെ പറഞ്ഞു തരാം. സർ, ആ ഫയൽ ഒന്ന് നോക്കൂ. ഓ, നോക്കാം. ഒരു സമയം ഒരു ഫയലല്ലേ നോക്കാൻ പറ്റൂ. MBA കഴിഞ്ഞതാണല്ലേ? ഞാനും MBA ആണ്. പേര് അനീഷ് രാജ്. വീട് കൊല്ലത്താണ്. ഓ, സാറിന്റെ ഫാമിലി ഒക്കെ കൊല്ലത്താണോ? പാരന്റ്സ് ഒക്കെ എവിടെയാ? കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാം ഒന്ന് ഒത്തുവരണ്ടേ? പിന്നെ നീന, ഇവിടെയുള്ള ആളുകൾ അത്ര ശരിയല്ല കേട്ടോ. എന്തെങ്കിലും മിണ്ടി തുടങ്ങിയാൽ തലയിൽ കയറി നിറങ്ങും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സാർ, എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. ഞാനൊന്ന് കോൾ എടുത്തോട്ടെ. ഓഹോ, വിവാഹം കഴിഞ്ഞതാണല്ലേ? ഈ ഫയൽ ഞാൻ നോക്കിയിട്ട് മറ്റുള്ള ആരെങ്കിലും കൊടുത്തു വിട്ടോളാം.